Hello friends, Technique Malayalam channel സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ടെക്നോൻ്റെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണായ കാമൺ ഐ ആണ്. അപ്പോൾ ടെക്നോ എന്ന ബ്രാൻഡിനെ കുറിച്ച് പലരും കേട്ട് കാണില്ല. ഇതൊരു റിലേറ്റീവ്ലി പുതിയ ബ്രാൻഡാണ്. ഇന്ത്യയിൽ കഴിഞ്ഞ വർഷമാണ് ടെക്നോ ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു സ്മാർട്ട് ഫോൺ ഇറക്കിയത്. ഇപ്പോൾ ടെക്നോ വീണ്ടും ഒരു ബഡ്ജറ്റ് ഓഫറിംഗ് ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ടെക്നോ കാമൺ ഐ എന്നാണ് ഇതിൻ്റെ സ്മാർട്ട് ഫോണിൻ്റെ പേര്. അപ്പോൾ ടെക്നോ എന്ന ബ്രാൻഡ് സെയിം ബ്രാൻഡാണ്. ട്രാൻസിയൻ ഹോൾഡിങ്സിൻ്റെ സബ് ബ്രാൻഡാണ് ടെക്നോ എന്ന് പറഞ്ഞ ബ്രാൻഡ്. നിങ്ങൾ ഇൻഫിനിക്സ് എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോണിനെ കുറിച്ച് കേട്ട് കാണും. അവരുടെ തന്നെ ബ്രാൻഡാണ് ടെക്നോവും. ഡിഫറെൻറ്റ് ബ്രാൻഡാണെന്നേ ഉള്ളൂ. സെയിം പാരൻറ്റ് കമ്പനിയാണ്. ട്രാൻസിയൻ ഹോൾഡിങ്സ് എന്ന് പറഞ്ഞ കമ്പനിയാണ് ഇവരെല്ലാം മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ടെക്നോ എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ ഓഫ്ലൈൻ മാർക്കറ്റിൽ അവൈലബിൾ, അതായത് കടകളിലെല്ലാം അവൈലബിൾ ആണ്. ഒരു പുതിയ ഡിവൈസാണ്. നല്ല സ്പെസിഫിക്കേഷൻസും ഫീച്ചേഴ്സും തരുന്ന ഒരു സ്മാർട്ട് ഫോണാണ് ടെക്നോ. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ ഇന്ന് ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇതിൻ്റെ അൺബോക്സിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ടെക്നോ കാമൺ ഐ എന്ന് പറഞ്ഞ ഇതിൻ്റെ പ്രൈസിങ് 8,990 ആണ് പ്രൈസിങ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് 18:9 ആസ്പെക്ട് റേഷ്യോ ഡിസ്പ്ലേ ആണ് വരുന്നത്. അതൊരു പുതിയ ട്രെൻഡാണ്. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ഫോൺസിലും 18:9 ആസ്പെക്ട് റേഷ്യോ ആണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ടെക്നോ കാമൺ ഐയിലും അതാണ് വരുന്നത്. 3 GB റാമും 32 GB സ്റ്റോറേജുമാണ് വരുന്നത്. ഇൻഫിനിറ്റി ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് 3 സർവീസ് പ്രോമിസാണ് പറഞ്ഞിരിക്കുന്നത്. 100 days റീപ്ലേസ്മെൻറ്റ് പ്രോമിസ്, 1 time സ്ക്രീൻ റീപ്ലേസ്മെൻറ്റ് പ്രോമിസ്, പിന്നെ 1 month എക്സ്റ്റെൻഡഡ് വാറണ്ടി. സോ ഈ 3 കാര്യങ്ങളാണ് ടെക്നോ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കാമൺ ഐൻ്റെ കൂടെ. അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒന്ന് നോക്കാം നമുക്ക്. അതിൽ വരുന്നത് 5.65 inch ഫുൾ വിഷൻ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. HD+ ആണ്, ഫുൾ HD അല്ല. 13 MP ഫ്രണ്ട് ക്യാമറ വിത്ത് സ്ക്രീൻ ഫ്ലാഷും LED ഫ്ലാഷും ഉണ്ട്. അപ്പോൾ ഫ്രണ്ട് ക്യാമറയിൽ സ്ക്രീൻ ഫ്ലാഷും ഉണ്ട്, LED ഫ്ലാഷും ഉണ്ട്. പിന്നെ ബാക്ക് ക്യാമറയിലാണെങ്കിൽ 13 MP ബാക്ക് ക്യാമറയാണ്. ക്വാഡ് ഫ്ലാഷാണ്, അതായത് 4 ഫ്ലാഷാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ല പവർഫുൾ ഫ്ലാഷാണ്. പിന്നെ 2 ക്യാമറേൻ്റെയും അപ്പർച്ചർ വാല്യൂ f-stop 2.0 ആണ്. പിന്നെ 3 GB റാമും 32 GB സ്റ്റോറേജും ഗോറില്ല ഗ്ലാസ് സപ്പോർട്ടും ഉണ്ട് ഫ്രണ്ട് പാനലിൽ. 4G LTEയും വോൾട്ടേയും ഉണ്ട്. വോയിസ് ഓവർ LTEയും വീഡിയോ LTEയും ഇൻക്ലൂഡാണ്. പിന്നെ വരുന്നത് 3050 mAh ബാറ്ററിയാണ്. ഫിംഗർ പ്രിൻറ്റ് സ്കാനറും ഇൻക്ലൂഡാണ്. ആൻഡ്രോയിഡ് 7.0 ആണ് വരുന്നത് OS. പിന്നെ ഇതിൻ്റെ പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ മീഡിയ ടെക്കിൻ്റെ MT6737 ക്വാഡ് കോർ ചിപ്സെറ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു ഡിവൈസിനെ കുറിച്ച്. ഡിവൈസിൻ്റെ ഡിസ്പ്ലേ സൈസ് 5.65 inches ആണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് തുറന്ന് നോക്കാം. തുറങ്ങുമ്പോൾ തന്നെ മേളിൽ ടെക്നോ കാമൺ ഐ കാണാം. ഇതിനകത്ത് ഫസ്റ്റ് നമുക്ക് ഈ സ്റ്റിക്കർ ഒന്ന് പീൽ ഓഫ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതാണ് ടെക്നോ കാമൺ ഐ. വളരെ കോമ്പാക്ട് ഡിവൈസാണ്. കാരണം 5.65 inches ആണെങ്കിലും 18:9 ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ സൈസ് വളരെ ചെറുതാണ്. ബാക്കിൽ 13 MP ക്യാമറയും ക്വാഡ് ഫ്ലാഷും വരുന്നുണ്ട്. 4 ഫ്ലാഷാണ് വരുന്നത്. ഫിംഗർ പ്രിൻറ്റ് സ്കാനറും മേൽ ഭാഗത്ത് 3.5mm ഓഡിയോ ജാക്കും താഴെ മൈക്രോ USB ചാർജിങ് സ്ലോട്ട് സ്പീക്കർ യൂണിറ്റുമാണ് വരുന്നത്. റൈറ്റ് സൈഡിൽ പവർ ആൻഡ് വോളിയം കീസും ലെഫ്റ്റ് സൈഡിൽ സിം ട്രേ ആണ് വരുന്നത്. അപ്പോൾ ഇതായിരുന്നു ഡിസൈൻ ആസ്പെക്റ്റ്. വളരെ നല്ല കോമ്പാക്റ്റ്, നല്ല ബിൽഡ് ക്വാളിറ്റിയാണ് ഡിവൈസ് തരുന്നത്. ഇനി നമുക്ക് ഇതിൽ വേറെ എന്തൊക്കെ വരുന്നത് നോക്കാം. അപ്പോൾ ബോക്സ് തുറക്കുമ്പോൾ തന്നെ ഇതിനകത്ത് കാമൺ ഐ എന്ന് പറഞ്ഞ വേറൊരു ബോക്സാണ്. ഇതിനകത്ത് സിം ഇജക്റ്റ് പിന്നും, പിന്നെ ഇതിനകത്ത് വരുന്നത് ഒരു സിലിക്കോൺ കേസാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു കേസാണ് വരുന്നത്. പിന്നെ വാറൻറ്റി ഇൻഫർമേഷനും യൂസർ മാനുവലുമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് വരുന്നത് ഒരു ഇയർഫോണാണ്. അത്യാവശ്യം ബേസിക് ക്വാളിറ്റി ഇയർഫോൺ അല്ല, വെറും ബേസിക് ക്വാളിറ്റി അല്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം, ഇതാണ് കൊടുത്തിരിക്കുന്നത് ഇയർഫോണ്. പിന്നെ വരുന്നത് ഒരു എക്സ്ട്രാ പെയർ ഓഫ് ബഡ്സ് ആണ് വരുന്നത്. ഇയർഫോണിൻ്റെ ബഡ്സ് ആണ് വരുന്നത്. പിന്നെ ചാർജർ അഡാപ്റ്ററിന് 5V 1.2 ആംപിയർ ആണ് റേറ്റിംഗ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫൈനലി വരുന്നത് മൈക്രോ USB ചാർജിങ് ആൻഡ് ഡേറ്റ സിങ്കിങ് കേബിളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് എത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. നമുക്ക് ഡിവൈസ് നോക്കാം. അപ്പോൾ ഇതാണ് ടെക്നോ കാമൺ ഐ നമ്മൾ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ വരുന്നത് 5.65 inch HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. നല്ലൊരു ഡിസ്പ്ലേ ക്വാളിറ്റിയാണ് വരുന്നത്. ടച്ച് റെസ്പോൺസും നല്ല സ്മൂത്താണ്. നമുക്ക് സെറ്റിങ്സിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇതിൻ്റെ OS എന്ന് പറഞ്ഞാൽ അതിൽ ആൻഡ്രോയിഡ് 7.0 ആണ്. ഹൈ OS എന്നാണ് ഇതിൻ്റെ പേര്. ഇതൊരു കസ്റ്റം UI ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ സെൻറ്ററും ടോഗിൾസും കാണാം. കുറച്ച് കസ്റ്റമൈസ്ഡ് വേർഷനാണ്. സെറ്റിങ്സ് പാനലിൽ പോയാലും കുറച്ച് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് വരുന്നത്. പിന്നെ മൈക്രോ ഇൻ്റലിജൻസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ക്വിക്ക് സ്റ്റാർട്ട്, ഡബിൾ ക്ലിക്ക് ടു ബ്രോഡ്കാസ്റ്റ് മ്യൂസിക് ജസ്റ്റേഴ്സ്, ഫ്ലിപ്പ് ടു മ്യൂട്ട്, 3 finger സ്ക്രീൻഷോട്ട്, അങ്ങനെ കുറേ ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. എബൌട്ട് ഫോണിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം ആൻഡ്രോയിഡ് 7.0 ആണ് വരുന്നത്. ഡിവൈസ് നെയിം ടെക്നോ കാമൺ ഐ എന്ന് പറഞ്ഞ പേരും കാണാം. അപ്പോൾ ഇതായിരുന്നു സോഫ്റ്റ്വെയറിൻ്റെ ആസ്പെക്റ്റ്. സോ സോഫ്റ്റ്വെയർ ഒരുപാടധികം ഫീച്ചേഴ്സും തരുന്നില്ലെങ്കിൽ പോലും നല്ലൊരു UI ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് മൾട്ടിപ്പിൾ ഹോം സ്ക്രീൻസാണ് വരുന്നത്. ആപ്പ് ഡ്രോയർ വരുന്നില്ല. മൾട്ടിപ്പിൾ ചൈനീസ് OEMസിൽ വരുന്ന പോലെ തന്നെയാണ് ഇതിലും കൊടുത്തിരിക്കുന്നത്.
ഇനി നമുക്ക് ഇതിൻ്റെ ക്യാമറ നോക്കാം. ഇതിൻ്റെ ക്യാമറ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റാണ്. 13 മെഗാ പിക്സൽ ഫ്രണ്ടും 13 മെഗാ പിക്സൽ റിയർ ക്യാമറ കൊടുത്തിരിക്കണം. അപ്പോൾ HDR മോഡ്, പിന്നെ വാട്ടർ മാർക്കിങ് സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം ബേസിക്കായ ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. വീഡിയോ റെക്കോർഡിംഗ് ഫുൾ HD ഇല്ല, 720p ഉള്ളൂ. കാരണം ഇതിൻ്റെ പ്രോസസ്സർ, അതായത് മീഡിയ ടെക്കിൻ്റെ MT6737 സപ്പോർട്ട് ചെയ്യണത് വെറും HD ഡിസ്പ്ലേ, HD റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ടെക്നോ ക്യാമറയിൽ നിന്ന് എടുത്ത കുറച്ച് സാമ്പിൾസ്, നമ്മൾ അൺബോക്സ് ചെയ്തതിനു ശേഷം എടുത്ത സാമ്പിൾസാണ്. കൂടുതൽ വിശദമായ ഡീറ്റെയിൽ റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ക്യാമറയെക്കുറിച്ചും പറയുന്നതാണ്. ക്യാമറ 13 മെഗാ പിക്സൽ ക്യാമറയ്ക്ക് f-stop 2.0 ആയത് കാരണം അത്യാവശ്യം നല്ല പെർഫോമൻസ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. കാരണം ഒരു ബജറ്റ് ഓഫറിംഗ് ആണ്. 10,000 താഴെയുള്ള പ്രൈസിങ്ങിൽ നല്ല 5P ലെൻസും ക്വാഡ് LED ഫ്ലാഷും കൊടുത്ത് ഫോൺസ് വളരെ കുറവാണ്, f-stop 2.0 പ്രത്യേകിച്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാമറയായി അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഫോട്ടോസ് തരുന്നതാണ് നമ്മുടെ പ്രതീക്ഷിക്കുന്നത്. വിശദമായ റിവ്യൂവിൽ നമുക്ക് ഇതിനെക്കുറിച്ച് പറയാവുന്നതാണ്. പിന്നെ ഇതിൽ വരുന്നത് 3 GB റാമും 32 GB സ്റ്റോറേജുമാണ്. പിന്നെ ഇതിൽ നോക്കാം, നിങ്ങൾക്ക് കാണാം എക്സ്പാൻഡബിൾ സ്റ്റോറേജ് ആണ്. ഡെഡിക്കേറ്റഡ് സ്ക്രീൻ, SD കാർഡ് സ്ലോട്ട് ഉണ്ട്. 2 സിം കാർഡ് സ്ലോട്ടും ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ടും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതായിരുന്നു ടെക്നോ കാമൺ ഐൻ്റെ ഒരു ക്യൂക്ക് അൺബോക്സിങ്ങും ഹാൻഡ്സ് ഓണും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.